ഈ അടുത്ത് ഒരു വ്യക്തി അയാൾ പണ്ട് ഒളിഞ്ഞു നോക്കിയതിനെ പറ്റി പറഞ്ഞതും അതിനോട് അവതാരിക പ്രതികരിച്ചതുമെല്ലാം വിവാദമായിരുന്നല്ലോ. മറ്റുള്ളവരുടെ നഗ്നത, ഉദാഹരണമായിട്ട് അവർ അൺഡ്രസ്സ് ചെയ്യുന്നതും മറ്റും അവരറിയാതെ ഒളിഞ്ഞു നോക്കുന്നത് വഴിയും, രണ്ടുപേര് സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെടുന്നത് അവരറിയാതെ കാണുന്നത് വഴിയും മാത്രം സെക്ഷുവൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ചിലരുണ്ട്. ഇത് വോയേറിസം എന്നറിയപ്പെടുന്ന പാരാഫിലിയാസിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു മാനസിക രോഗമാണ്. സ്ത്രീകളിലും പുരുഷന്മാരിലും ഇത് കാണപ്പെടാറുണ്ടെങ്കിലും സ്റ്റഡീസ് പറയുന്നത് കൂടുതലും വോയേറിസം കാണുന്നത് പുരുഷന്മാരിലാണെന്നാണ്. 18 വയസ്സിന് മേളിലുള്ള റിക്കറൻ്റ് ആയിട്ട് ഇത്തരം ബിഹേവിയേഴ്സ് കാണിക്കുന്നവരെയാണ് വോയറിസ്റ്റിക് ഡിസോർഡർ ഡയഗ്നോസ് ചെയ്യാറുള്ളത്. ഈ ഒരു ഡിസോർഡർ ഉള്ളത് കാരണം പേഴ്സണൽ ഡിഫിക്കൽട്ടീസ് മുതൽ ലീഗൽ കോൺസിക്വൻസസ് വരെ ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. ഇത്തരം ഇഷ്യൂ ഉള്ളവർക്ക് ചിലപ്പോൾ അവരുടെ ബിഹേവിയേഴ്സിനെ പറ്റിയിട്ട് ഷെയിമും കുറ്റബോധവും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ അവർക്ക് അവരുടെ ഏർജ് കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ചലഞ്ചിങ് ആയിരിക്കും. ഇത്തരത്തിൽ ഡിസോർഡേഴ്സ് ഉള്ളവർ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് അവരുടെ ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യുകയാണ് വേണ്ടത്. ഫാർമക്കോളജിക്കൽ മാനേജ്മെൻറ്റ്, CBT പോലെ സൈക്കോതെറപ്പീസ് ഒക്കെ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഇൻ്റർവെൻഷൻസ് ആണ്.